മറ്റൊരു എപ്പിസോഡ് ഗംഭീരമായിട്ട് നമ്മളിവിടെ തുടങ്ങാൻ പോവാണ്. ഇന്ന് എനർജി കുറച്ചും കൂടെ ഹൈ ആക്കി വെച്ചോ. പിന്നെ സ്കിറ്റ് മാത്രമല്ല, നമ്മുടെ നാട്ടുകൂട്ടം നല്ല കിഡിലം ടീമാണ്. നമ്മൾ ഒരു ദിവസം നമ്മുടെ എപ്പിസോഡിൽ വന്ന് കിടിലമായിട്ട് പെർഫോം ഒക്കെ ചെയ്ത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നിന്നും സ്ക്വാഡ് ഓഫ് യോഗ ചേച്ചിയെ നമ്മളുടെ ആൾക്കാരെ ഇറക്കൂ. കുടുംബ കോമഡി നമുക്ക് കാണാം. സി ജോസഫ് വിജയനും ഞാൻ അയ്യോ, ഇത് എത്ര പ്രാവശ്യം കണ്ടത് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഓരോ പ്രാവശ്യം കാണുമ്പോഴും രോമാഞ്ചം വരുന്നേ. എന്റെ ദൈവമേ, വല്ല തമിഴ്നാട്ടിലൊക്കെ ജനിച്ചാ മതിയായിരുന്നു. അല്ല, നമ്മളെ നാട്ടിൽ വല്ല നടന്മാരും മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ ആരായിരിക്കും ആവണത്? ആ ഒരു ഗുമ്മക്ക് ആർക്കായിരിക്കും ഉണ്ടാവണത്? ഓ, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പൊളിക്കും. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഓൾ ദി ബെസ്റ്റ് PR വർക്ക്സ്. ഓക്കെ സർ, മനസ്സിലായി സർ, പറഞ്ഞോളൂ. അതെ 10 ഫ്ലക്സ് അല്ലേ? സർ 10 ഫ്ലക്സും ഞങ്ങൾ കൊണ്ടുപോയി കെട്ടിട്ടുണ്ട്. നിങ്ങൾ സമരത്തിന് പോകുന്ന വഴിക്ക് തന്നെയാണ് സർ കെട്ടിയിരിക്കുന്നത്. അതെ, കീറാൻ പാകത്തിന് തന്നെയാണ് കെട്ടിയിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല. പക്ഷേ 10 ഫ്ലക്സും നിങ്ങൾ കീറണം സർ. അങ്ങനെ കൈന്നിട്ട് കളിച്ച് കണ്ടവരുടെ ഫ്ലക്സ് വലിച്ചു കീറി കഴിഞ്ഞാൽ നാട്ടുകാർ നിങ്ങളെയും വലിച്ചു കീറും സർ. അതൊന്ന് ഓർമ്മയുണ്ടാവണം സർ. പിന്നെ സർ, പ്രധാനമായിട്ട് പറയാൻ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഫ്ലക്സുകൾ വലിച്ചു കീറുമ്പോ എല്ലാ മീഡിയയുടെയും അറ്റൻഷൻ കിട്ടുന്ന രീതിയിൽ വേണം നിങ്ങൾ വലിച്ചു കീറാൻ. പിന്നെ എന്നാൽ മാത്രമേ ഞങ്ങളുടെ വർക്ക്സ് വർക്ക്ഔട്ട് ആവുള്ളൂ. അതുകൊണ്ടാണ് സർ. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. അയ്യോ, ഈ നാട്ടിന്റെയൊക്കെ ഒരു അവസ്ഥയെ എന്തൊരവസ്ഥയാണോ എന്തോ. കറക്കാൻ പറ്റും. ഇന്ന് ഇവിടെ നടക്കുന്ന സംഭവം നമ്മൾ രണ്ടുപേരല്ലാതെ വേറെ ആരും അറിയില്ല. കാരണം ഞാൻ എല്ലാ സെക്യൂരിറ്റി എടുത്തിട്ടുണ്ട്. വേറെ സ്റ്റാഫുകൾ ആരും ഇല്ല. താഴത്തെ ബാങ്കിൽ നിന്ന് അവധിയാണ്. അതുകൊണ്ട് ആരും പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് കയറൊന്നും പ്രതീക്ഷിക്കണ്ട. പിന്നെ അപ്പുറത്തൊരു കല്യാണം നടക്കുന്നുണ്ട്, അതിന്റെ പാട്ടിട്ടേക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരു വിഷയവും ഉണ്ടാവില്ല. വന്നോ, പേടിക്കാതെ അടുത്തേക്ക് വന്നോ. നാണമുണ്ടോ നിങ്ങൾക്ക്? ഇത്രയും കാലം ഞാൻ ഇവിടെ വന്ന് പണിയെടുക്കുന്നത് നിങ്ങളെ ഞാനൊരു കൂടപ്പുറപ്പായിട്ട് വിചാരിക്കുന്നത് കൊണ്ടാണ്. ഒരു സാറായിട്ട് ഞാൻ ഇന്ന് വരെക്കെങ്കിലും ഞാൻ വിചാരിച്ചിട്ടുണ്ടോ? എന്നിട്ട് നിങ്ങൾ എന്നോട് ഇങ്ങനെ കാണിക്കും. ഈ അനാവശ്യം എന്നോട് പറയാൻ പാടുണ്ടോ സാർ? എന്തോന്ന് അനാവശ്യം പറഞ്ഞെന്ന്? CCTV ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നല്ലേ? CCTV ഓഫ് ചെയ്ത് നിങ്ങൾ ഇവിടെ എന്തോ ചെയ്യാൻ പോണെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. എന്റെ പൊന്നേതായിരിക്കണ ചക്കക്കുരു അല്ല. ഫോണിൽ സംസാരിച്ചു തന്നു ഞാൻ. ഫോണിൽ സംസാരിച്ചത് എനിക്ക് അങ്ങനെ അറിയാൻ പറ്റും? ഒരു പുതിയ കസ്റ്റമറെ വിളിക്കുമ്പം അവരോട് എന്തെങ്കിലും കാര്യമായിട്ട് സംസാരിക്കുമ്പോ ഉടനെ അങ്ങും. ഇന്നലെ വരെ ഈ സാധനം ഇല്ലായിരുന്നല്ലോ. പിന്നെ ഇന്ന് എനിക്ക് പേടിച്ചൂടെ? ഇന്നലെ വരെ CCTV ഓഫ് ചെയ്യണോന്നൊക്കെ പറഞ്ഞു. CCTV ഓഫ് ചെയ്യണമെന്ന് പറയുമ്പോ ഇത് നീ ആദ്യം എന്താണ് പറയുന്നത് നീ മനസ്സിലാക്കണം. സൂപ്പർ സ്റ്റാർ ജീവൻ രാജ് ഇന്ന് ഇവിടെ വരുന്നു. സൂപ്പർ സ്റ്റാർ ജീവൻ രാജ് ഇന്ന് ഇവിടെ വരുന്നു. പുള്ളിക്ക് മുഖ്യമന്ത്രി ആവണോന്ന്. അവിടെ 3 പേര് കിടന്ന് അടിയും വഴക്കും ഉണ്ടായി. ഇപ്പൊ ഒരു തീരുമാനത്തിൽ എത്തി നിൽക്കണതേ ഉള്ളൂ. ഇനി ഇങ്ങേരും കൂടെ ചെന്ന് കയറി കൊടുക്കണം. പിന്നെ അടുത്ത 5 വർഷം കഴിഞ്ഞിട്ട് അതായത് നമ്മുടെ PR കമ്പനിയിൽ അദ്ദേഹത്തിന്റെ PR വർക്ക് ഏൽപ്പിക്കുന്നു. നമ്മുടെ PR വർക്കിലൂടെ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു. അടുത്ത ഇലക്ഷൻ അദ്ദേഹം മത്സരിച്ച് മുഖ്യമന്ത്രിയാകാൻ പോകുന്നു. അദ്ദേഹത്തിന്റെ മാനേജറാണ് ഇപ്പൊ എന്നെ വിളിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ബാക്കി സ്റ്റാഫുകളെ ആരും വിളിക്കാത്തത്. പ്രിയ, ഇത് നന്നായിട്ട് കൈകാര്യം ചെയ്യണം. കേരളത്തിലെ ഏറ്റവും ടോപ്പ് PR വർക്ക് നമ്മളാണെന്ന് ഇന്ന് ജീവൻ രാജ് സാറിന് തോന്നണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. അല്ല, ഓൾ ദ ബെസ്റ്റ് ഞാനല്ലേ പറയേണ്ടത്? അല്ല, സാർ ഇത് പറയണത് എനിക്കറിയാം, സാറാണ് പറയേണ്ടത്. പക്ഷെ ഈ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞപ്പോ ഒരു ചെറിയ പ്രശ്നമുണ്ട് സാർ. നമ്മളെ ബ്രാൻഡാണ് ഓൾ ദ ബെസ്റ്റ്, അത് നമ്മൾ പറയണം. പക്ഷെ വീട്ടിൽ ചെന്ന് പറഞ്ഞ എന്നെ ഇനി ഇറക്കി വിടുമെന്നാണ് പറഞ്ഞേക്കണത്. കഴിഞ്ഞ ദിവസം എന്റെ അമ്മ വിളിച്ചിരുന്നു. അപ്പൂപ്പ സീരിയസ് ആയിട്ട് ICUയിൽ കിടക്കണം. അപ്പൊ ഞാൻ തിരിച്ചു പറഞ്ഞു ഓൾ ദി ബെസ്റ്റ്. ഞാനൊരു കാര്യം പറയാം. ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ട് എന്തെങ്കിലും ഏണി പിടിച്ചോണ്ട് വന്നു പറഞ്ഞാൽ ഞാൻ നിന്നെ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞ് വീട്ടിലോട്ട് പറഞ്ഞു വിടും. ഓൾ ദി ബെസ്റ്റ്. അല്ല, ഇപ്പൊ വരട്ടെ. അപ്പം കട്ടാക്കി നിന്നോണം.
ഹലോ. അതല്ല, ഞാൻ വിളിച്ചിരുന്നല്ലോ. വിളിച്ചിരുന്നു സാർ. അതെ അതെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇവിടെ മൊത്തത്തിൽ സേഫ് ആണല്ലോ അല്ലേ? സേഫാണ് സാർ. CCTV വരെ ഞാൻ ഓഫ് ചെയ്തേക്കാം, എല്ലാം സേഫാണ്. ആയിക്കോട്ടെ. ഈ ജീവരാജിന്റെ കാര്യം പുറത്താരും അറിയണ്ട. ആരും അറിയില്ല സാർ, ആരും അറിയില്ല. സേഫ് ആയിരിക്കും. Safe ആണ് sir, safe ആണ് sir. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു സെൽഫി എടുക്കണം. അതിനെന്താ, എടുത്തോളൂ. നിങ്ങളുടെ അല്ല, ജീവൻ രാജ് സാറിന്റെ. ജീവരാജ് സാറിന്റെ സെൽഫി എടുക്കാൻ പറ്റില്ല, പുള്ളി സമ്മതിക്കൂല സാർ. അല്ല, അബദ്ധത്തിൽ പ്രിയ. അത് ശരിയാവില്ല, വേണമെങ്കിൽ എന്റെ കൂടെ ഒരു. ഇല്ല, മൊബൈലിന്റെ ഫ്രണ്ട് ക്യാമറ കംപ്ലൈന്റാ. ആണോ? വേണ്ട, എടുക്കണ്ട. സാറിനെ വിളിക്കൂ. ഓ മൈ ഗോഡ്. അതെ, ഈ സിനിമയിൽ മുഴുവനും മേക്കപ്പ് ആണല്ലേ? സാറിന് മേക്കപ്പ് ഇട്ടാണ് 3 മേക്കപ്പ്മാരെ ആത്മഹത്യ ചെയ്തത്. ബാങ്കാക്ക് മേടിക്കാൻ പൈസ ഇല്ലാത്തോണ്ട്. പക്ഷെ ഈ സിനിമയെക്കാട്ടില് നേരിട്ട് കാണാൻ കൊള്ളേ ഇല്ലല്ലേ? സാർ നമസ്കാരം സാർ. നമസ്കാരം സാർ. അതായത് എനിക്ക് ഈ പൊളിസിസിൽ വലിയ പിടുത്തൊന്നുമില്ല. അപ്പൊ എന്നാണ് എന്റെ തത്തപ്പഴിഞ്ഞ തത്തപ്പഴിഞ്ഞ എപ്പോഴാണ്? നമ്മളെ ഇങ്ങനെ നിയമസഭ പോയിട്ട് കൈ നീട്ടി തത്തപ്പഴിഞ്ഞ പുള്ളി സത്യപ്രതിജ്ഞാണ് ഉദ്ദേശിച്ചത്. സാർ, അത് സത്യപ്രതിജ്ഞ. തത്തപ്പഴിഞ്ഞ സത്യപ്രതിജ്ഞ. തത്തപ്പഴിഞ്ഞ സത്യപ്രതിജ്ഞ. തത്തപ്പച്ച പച്ച തത്ത, അങ്ങ തത്ത അഞ്ഞ തത്ത. ഇത് പ്രതിജ്ഞ. അതെ, പുള്ളിക്ക് ചില അക്ഷരങ്ങൾ കിട്ടൂല. ചെറിയൊരു പ്രശ്നം സാറിനുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ സിനിമയിലെ ഡബിംഗ് ആണല്ലേ? അതാണ് ഇന്റർവ്യൂ പോലും കൊടുക്കാത്തത്. അതെ അതെ സാറേ, ഈ സത്യപ്രതിജ്ഞ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനമാണ്. അത് കഴിഞ്ഞ പറഞ്ഞില്ല. പിന്നെ അതല്ല ഞാൻ പറഞ്ഞത്. അതായത് നമ്മുടെ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ തുടക്കമാണ് സത്യപ്രതിജ്ഞ. ഓ, അങ്ങനെ. പക്ഷെ നമ്മുടെ PR-ന്റെ അവസാനമാണ് സത്യപ്രതിജ്ഞ. നമ്മളെ ചിഹ്നത്തിന്റെ കാര്യങ്ങളൊക്കെ. ചിഹ്നത്തിന്റെ കാര്യം നമുക്ക് കൊടുക്കാം. അല്ല സാറേ, നമ്മളിപ്പോ ഈ PR-ന് വേണ്ടി കുറെ ചിഹ്നങ്ങളും പാട്ടുകളൊക്കെ നമ്മൾ സെലക്ട് എല്ലാം പോയി. അപ്പൊ സാറിനെ കണ്ടപ്പോ പറ്റിയൊരു ചിഹ്നം പഴമാണ്. അത് പറ്റൂല. പഴം നല്ല ചിഹ്നമാണ് സാർ. അത് നല്ല സാറേ, അറിഞ്ഞൂടാത്തോണ്ട് ഇത് പാവങ്ങളുടെ ചിഹ്നം, നല്ല ചിഹ്നം. അത് പറ്റൂല. പഴം നല്ല ചിഹ്നമാണ് സാറേ. അതെനിക്ക് രാ തിരിയൂല, അതാണ്. സാറിപ്പോ രാ പറഞ്ഞു. രാ തിരിയൂലെന്ന് സാറേ, ഈ തിരിയൂലെന്ന് പറഞ്ഞില്ലേ? രാ ഉണ്ടായിരുന്നു, രാ തിരിയൂല. രാ പറഞ്ഞു തരാം. ഇങ്ങനെ കിടക്കണ രാ ഇല്ലേ, അതെനിക്ക് പറ്റൂല. ഏത് രാ സാറേ? ഇങ്ങനെ കിടക്കണ രാ ഇല്ലേ, അതെനിക്ക് പറ്റൂല. ഇങ്ങനെ കിടക്കണത് രാ അല്ലല്ലോ. അത് രാ അല്ല, രാ. അതാണ് രാ, അതെനിക്ക് പറ്റൂല. രാ പറ്റൂലെന്ന്. അപ്പൊ സാറ് മഴയെന്ന് പറഞ്ഞേ? മര. പുഴയെന്ന് പറഞ്ഞേ? പുര. പഴമെന്ന് പറഞ്ഞേ? പര. മഴു എന്ന് പറഞ്ഞേ? മരു. ഇത് പഴം ചിഹ്നം തന്നെയാണ് നല്ലത് കേട്ടോ. അല്ല, ഇതിന് കൊരപ്പാവോ? ഇത് കൊരപ്പാവോന്ന്? സാറേ, കുഴപ്പമാവില്ല. ഇതൊന്നും ഒരു പ്രശ്നമല്ല ഇന്ന് കേരളത്തില്. സാറ് ധൈര്യമായിട്ടിരി. സാറിനെ നമ്മൾ വോട്ടിട്ട് ജനങ്ങളുടെ മുമ്പിൽ നമ്മുടെ PR വർക്ക് കൊണ്ട് സാറ് ജയിച്ചിരിക്കും. പഴം മാറ്റി നമുക്ക് ബനാന എന്നാക്കിയാല. ബനാന ഓക്കെ. അപ്പൊ സാറിന്റെ ചിഹ്നം ബനാന. തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന്റെ ഒരു ഇന്റർവ്യൂ നമ്മൾ എടുക്കുന്നു. സാർ ഒരു അമ്പലത്തിൽ പോകുന്നു. അമ്പലത്തിൽ പോകുമ്പോൾ നമ്മുടെ റിപ്പോർട്ടർ വന്ന് സാറിനോട് ചോദിക്കും, സാറേ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് മുഖ്യമന്ത്രിയൊക്കെ തെരഞ്ഞെടുത്തില്ലേ, സാറിന് രാഷ്ട്രീയത്തിൽ താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സാർ എന്ത് പറയും? രാഷ്ട്രീയ താല്പര്യം ഉണ്ടെന്ന് പറയും. അങ്ങനെ പറയരുത്. പിന്നെ എനിക്ക് താല്പര്യമില്ലെന്നും രാഷ്ട്രീയം എനിക്ക് പറ്റിയ പണിയല്ലെന്നും പറയണം. അല്ലപ്പോ നിലപാട്? സാറേ, നിലപാടില്ലാത്തതാണ് ഇപ്പോഴത്തെ നിലപാട്. അല്ലപ്പോ ഞാൻ വേണ്ടെന്ന് പറയണം. ആദ്യം പറയണം. വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സാറിന്റെ പാർട്ടി രൂപീകരിക്കുന്നു, നമ്മൾ ഇലക്ഷൻ തീരുമാനിക്കുന്നു. അപ്പോ പ്രിൻസി സാറിനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യും. കുട്ടി വന്നു. അപ്പൊ ഞാൻ ഇന്റർവ്യൂ ചെയ്യും. സർ, ഇപ്പൊ പരക്കെ ഒരു പറച്ചിലുണ്ട്, സാറ് മുഖ്യമന്ത്രിയാകുമെന്ന്. അതിനോട് സാർ എങ്ങനെ പ്രതികരിക്കും? മുഖ്യമന്ത്രിയാവും. മുഖ്യമന്ത്രി ആവേണ്ടത്. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? എന്നെ മൈനസ് ചെയ്തേക്കൂ എന്ന് പറയണം. എന്നെ മൈനസ് ചെയ്തേക്കൂ? അല്ല, അങ്ങനെ മൈനസ് ചെയ്ത് കളഞ്ഞ? മൈനസ് ചെയ്ത് കളയൂല.
സാർ തള്ളിക്കയറണം എന്നിട്ട് തള്ളിക്കയറാം അതായത് നിലപാടില്ലായ്മയാണ് ഇപ്പൊ ഏറ്റവും വലിയ നിലപാട്. തള്ളിക്കയറണം എന്നിട്ട് കരഞ്ഞോണ്ട് വീട്ടിൽ പോകണം. വീട്ടിൽ പോയാൽ മതിയല്ലോ കാരണം ഇനി നമുക്ക് ചെയ്യാവുള്ളതെന്ന് പറഞ്ഞാൽ താഴേക്കിടയിലോട്ട് നമ്മൾ യാത്രകൾ ചെയ്യണം. അതായത് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നമ്മൾ യാത്ര ചെയ്യണം. സൈക്കിളിൽ സൈക്കിളിൽ യാത്ര ചെയ്യണം. സൈക്കിളിൽ യാത്ര അല്ലാണ്ട് കാരവനിൽ വന്നാ പോലെ ഞാൻ കാരവനിൽ പോവാം. സാറേ കാരവനിലല്ല, ഈ സൈക്കിളിൽ യാത്ര ചെയ്യണം. സൈക്കിളിൽ പോകണം. അപ്പോഴേ സാധാരണക്കാരുടെ ഇടയിൽ സാറിന് ഇറങ്ങിച്ചെല്ലാൻ പറ്റൂ. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ പറ്റൂ. അവർക്ക് അങ്ങനെ തോന്നണം, സാറ് നമ്മളിലുള്ള ഒരാളാണെന്ന് തോന്നണം. സൈക്കിളിൽ പോകുമ്പോ ഒരു പ്രശ്നമുണ്ട്. ഈ സൈക്കിൾ ഇങ്ങനെ ചവിട്ടി പോകുമ്പോ വല്ല ഹാരോങ്ങാനും എടുത്തെറിഞ്ഞാൽ സൈക്കിൾ വിട്ടേച്ച് ഓടരുത്. സൈക്കിൾ എടുത്തോണ്ട് വേണോ? സൈക്കിൾ എടുത്തോണ്ട് പോകണം. കാരണം നിങ്ങളെ പോകാൻ പറയാനൊന്നും ആരും വരാൻ പോണില്ല. ഞങ്ങളമ്മ അത്ര മണ്ടന്മാരൊന്നും അല്ല, അത് മനസ്സിലാക്കണം. നമുക്കിനി എന്താണ് അടുത്ത പ്ലാൻ? അടുത്തെന്ന് പറഞ്ഞാൽ പാരടി. നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടാണ്. വാരയിലെ പാട്ട്. അല്ല, സാറിന് വാഴ എന്ന് പറഞ്ഞ തിരിയില്ലല്ലോ. വാരയിലെ പാട്ട്. നമുക്ക് ആ പാട്ടൊന്ന് പാടി നോക്കാം. തുടങ്ങും. 1 2 3 നേരാ ജീവൻ രാജ, ഇനി കാലക്കേടുകളില്ല, നേടാം നല്ലത് നേടാം, ജീവൻ രാജ നമ്മുടെ ചങ്ക്. കിട്ടി വോട്ടുകൾ കിട്ടി, പലരും പൊട്ടി, ജനം ഞെട്ടി. കിട്ടി വോട്ടുകൾ കിട്ടി, പലരും പൊട്ടി, ജനം ഞെട്ടി. ഈ ബനാനയ്ക്കൊരു വോട്ട് തരാമോ? ഈ ബനാനയ്ക്കൊരു വോട്ട് തരാമോ? ഈ ബനാനയ്ക്കൊരു വോട്ട് തരാമോ? ഈ ബനാനയ്ക്കൊരു വോട്ട് തരാമോ? മന്ദാകിനി വോട്ടുണ്ടോടി, സുധാകര വോട്ടുണ്ടടാ. മന്ദാകിനി വോട്ടുണ്ടോടി, സുധാകര വോട്ടുണ്ടടാ. അടക്ക വട്ടമില്ല വട്ടടിച്ച പട്ടധാരി, വേലകൾ പഠിച്ചതില്ല പുഷ്പധാരി. അടക്ക വട്ടമില്ല വട്ടടിച്ച പട്ടധാരി. ബനാന സിനിമയിലെ ഡൂപ്പാണ് മതി സാറേ, ഇത് മതിയല്ലോ. എല്ലായിടത്തും ഡൈ പഠിക്കണം. പല സ്ഥലത്ത് കുറച്ചാൽ ഡൈ പഠിക്കേണ്ടി വരും. സൈക്കിൾ ചവിട്ടേണ്ടി വരും, ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ചെല്ലണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ സാർ ആദ്യം പറഞ്ഞ തത്തപ്പയജ്ഞ ഇവിടെ നടക്കൂ. ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ മറ്റു പ്ലാൻ എന്തൊക്കെയാണ്? സാറേ വേഷം പ്രശ്നമുണ്ട് സാറേ. വേഷം പ്രശ്നമാണ്. വേഷം ഭയങ്കര പ്രശ്നമാണ്. ഈ വേഷത്തിൽ എന്താണ് കുഴപ്പം? ഈ വേഷത്തിനൊക്കെ പോയിട്ട് സാധാരണക്കാരുടെ ഇടയിൽ ചെന്ന് വോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് വിചാരിക്കും സാറ് വലിയ കൊമ്പത്തെ ആളാണെന്ന്. കോട്ടൊക്കെ ആരെങ്കിലും വോട്ട് ചെയ്യും. കോട്ടിന്റെ വില എത്ര സാറേ? 2 ലക്ഷം. പിടി. കോട്ട് വേണ്ട. സാധാരണക്കാരനായില്ലേ? കണ്ണാടി, കണ്ണാടിയാ? സൺഗ്ലാസ് വേണ്ട. സാർ അതൊക്കെ ഭയങ്കര പ്രശ്നമാണ് സാറേ. ആളുകളുടെ ഇടയിൽ ഭയങ്കര സാറേ സാധാരണക്കാർക്ക് 2 ലക്ഷത്തിന്റെ കണ്ണാടിയാണ്. എന്നാ ഇരിക്കട്ടെ. സാറിന് പകുതി ഓക്കെ ആയി. പക്ഷെ ആ വാച്ചും ആ ഷൂവും ഒരു ചെറിയ പ്രശ്നമുണ്ട്. സാധാരണക്കാർക്ക് ഇതൊന്നും പിടിക്കില്ല സാറേ. അവരെ മുമ്പ് നമ്മൾ വയലിലൊക്കെ ചെന്നിറക്കുമ്പോൾ ഷൂസ് ഷൂസ് ആദ്യം ഭയങ്കര കൃഷിപ്പണിക്കാരുടെ ഇടയിലേക്ക് നമ്മൾ പോകുമ്പോൾ വാച്ചിട്ട് നല്ല വാച്ച് കേട്ടോ. എന്നാലും അങ്ങോട്ട് ചേരണില്ല സാറേ, സാധാരണക്കാരനാവണില്ല. സാധാരണക്കാരനാവുന്നില്ല. ഈ ഇല ഷർട്ടൊന്നും ശരിയാവൂലോ സാറേ. അതാണ് ഈ നീല കളറൊക്കെ ആണെങ്കിൽ ആളുകൾക്കൊന്നും നമ്മൾ ഇഷ്ടം. എവിടെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്? കൃഷിക്കാരുടെ ഇടയിലൊക്കെ നമ്മൾ പോണ വയലില് തന്താനേ 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 തന്താനോ തന്താനേ 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 ഇറാ 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 തന്താനേ തന്താനേ തന്താനേ. ഈ ചെളിയിൽ പോകുമ്പോ ഈ പാന്റ് ഇട്ടോണ്ടാ പോണത്. അവിടെ ഉള്ളവരെല്ലാരും മറ്റേ മുണ്ടൊക്കെ കൊടുത്തിട്ടും ഇതൊക്കെ നിക്കുമ്പോ ഈ പാന്റ് ഇട്ടോണ്ടാ പോണേ. തന്താനേ 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 തന്താനേ. രാരിക്കൻഡാരോ രാരിക്കൻഡേരോ രാരിക്കൻഡാരോ രാരിക്കൻഡേരോ. അതില്ലല്ലോ. ഞാൻ കാര്യം പറയട്ടെ, ഇനി സർക്കസുകാർക്ക് ഓടണമെന്ന് പറയില്ല. കാരണം നിക്കല നിൽക്കാൻ എനിക്ക്. അപ്പൊ സാർ പ്രത്യേകം ശ്രദ്ധിക്കണം, അട്ടഹാസങ്ങളും ആർഭാടങ്ങളും പാടില്ല. സാധാരണക്കാരനായി സാധാരണക്കാരനായി ജീവിക്കണം. സാധാരണക്കാരനല്ലേ? സാധാരണക്കാരൻ ഇങ്ങനെ നിന്ന് വേണം നമ്മള് വോട്ട് ചോദിക്കാൻ. ഇങ്ങനെ സാർ ഒന്ന് വോട്ട് ചോദിച്ചേ. സാർ ഒന്ന് ബനാന ചിഹ്നത്തിൽ ഓരോ വോട്ടുകൾ. സാധാരണക്കാരനാണ്, അതാണ് ഞാൻ പറഞ്ഞത്. ബനാന ചിഹ്നത്തിൽ കേട്ടോ. വോട്ട് ചെയ്യണം കേട്ടോ. അമ്മയടുത്തൊക്കെ പറയണം വോട്ട് ചെയ്യണം. ബനാന ചിഹ്നത്തിൽ എല്ലാരും എനിക്ക് വോട്ട് ചെയ്യണം. ബനാന ചിഹ്നത്തിൽ എല്ലാരും വോട്ട് ചെയ്യണം. എല്ലാ ആൾക്കാരും ചേച്ചി വോട്ടുണ്ടെങ്കിൽ ചെയ്യണം കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ബനാന ഞാൻ വോട്ട് ചെയ്യും. അതെ അത് ചിന്തിക്കരുത്. ബനാനയ്ക്കൊരു വോട്ട്.
കേട്ടോ അല്ല ജീവരാജ് സാർ എന്തേ ഓട്ടി ചോദിക്കും. എവിടെ റിഹേഴ്സൽ എടുക്കും വോട്ട് ചോദിക്കാണ് ഇതെന്റെ സാറാണോ ജീവരാജ് സാറാണോ സാധാരണക്കാരനായില്ലേ ഞാൻ എന്റെ സാർ എന്താ ഇത് നമ്മൾ മുഖ്യമന്ത്രി ആവാൻ പലരും പല വേഷം കെട്ട് നടത്തുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലൊരു വേഷം കെട്ട് ഞാൻ കാണുന്നത് ആദ്യമായിട്ടാ. മുഖ്യമന്ത്രി ആവാൻ വേണ്ടി ഞാൻ പല വേഷം കിട്ടും. അതാണ് ഈ ജീവൻ ബനാന അല്ലേ? ഒരു കാര്യം അറിയാമോ, ഈ മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്നതേ ഒരു വേഷം കെട്ടാണ്. ബനാന Big woman, get it up. We love you, banana. അവിടെ നിന്ന് ഇവിടെ വരെ ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇല്ല എന്താ എന്ന് പറഞ്ഞുതരാം. കിടിലം പെർഫോമൻസ് ആണ് ഇനി അടുത്ത് വരാൻ പോകുന്നത്. അതിന്റെ കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷെ നിങ്ങൾ എന്നെ കളിയാക്കിയതുകൊണ്ട് അത് അർജുൻ പറയും. നിങ്ങളാണ് ഇറക്കാൻ പോകുന്നത്? ഞങ്ങൾ തന്നെയാണ് ഇറക്കാൻ പോകുന്നത്. പക്ഷെ ഞങ്ങൾ ഞെട്ടും ആരാണെന്ന് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളാണ് ആദ്യം ഇറക്കിയത്. അതിന്റെ ഐശ്വര്യ എപ്പിസോഡിൽ ഉണ്ടായിരുന്നു ഓഡിയൻസ് ഒക്കെ പറഞ്ഞു. ഐശ്വര്യ ഇല്ലായിരുന്നു എപ്പിസോഡിൽ, അവർക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. മതിയായല്ലോ, ഇനി മിണ്ടാണ്ടിരിക്കുക, ഞങ്ങൾ പറഞ്ഞോട്ടെ. അർജു, അപ്പോൾ ഞെട്ടിക്കൽ ബിരിയാണി പോലെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു ഞെട്ടിക്കൽ സ്കിറ്റ് ആണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. ത്രിമൂർത്തികളായിട്ടുള്ള അനന്തു, ജെറിൻ ആൻഡ് ചേച്ചി ബാറ്ററി ഓൺ ആണോ? ബാറ്ററി ഓൺ. മക്കളെ കാണാൻ പോകുന്ന പൂരം ഞാൻ പറയുന്നില്ല, കണ്ടോ? ലുക്ക് അറ്റ് നിക്കറുണ്ടോ? വള്ളിയില്ല. ഊരി വരുമോ? പിന്നെ കുത്താ. അമ്മാവനെ കൊല്ലാൻ കൊട്ടേഷൻ തന്ന ജെറിൻ വാടിയുണ്ടാ? എന്നാന്ന്? അല്ല, വാടക ഉണ്ടാ? ഞാൻ കുറെ നേരമായിട്ട് കാത്തിരിക്കാൻ തുടങ്ങിട്ട്. വരൂ നമുക്കിനി കാര്യത്തിലേക്ക് കിടക്കാം. ഇന്നലെ വിളിച്ചപ്പോൾ കേട്ട കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? കോളുകൾ ചെയ്യാൻ താങ്കളുടെ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല, മിതമായ സേവനങ്ങൾക്ക് റീചാർജ് ചെയ്യുക. കളിക്കണ്ടല്ല, നീ വിളിച്ചപ്പോ കേട്ട കാര്യമില്ല, ഞാൻ വിളിച്ചപ്പോ പറഞ്ഞ കാര്യം എന്താണ്? അത് അമ്മാവനെ കൊല്ലാന്നല്ലേ? പുള്ളി ബിസിനസ് മീറ്റിന് ഇങ്ങോട്ട് വരുന്നു, ഞാൻ പുള്ളിയായിട്ട് കൂട്ടുകൂടുന്നു, ശേഷം പുള്ളിയെ ഞാൻ തട്ടുന്നു. അത് വെരി ഗുഡ് പ്ലാൻ മാൻ. അല്ല, ഞാൻ നിന്നൊരു കാര്യം ചോദിക്കട്ടെ, നീ എന്തിനാണ് ഈ മാമനെ കൊല്ലാൻ നടക്കുന്നത്? എന്റെ പൊന്നു കൊണ്ടാട്ടാ, നിങ്ങളിത് കേൾക്കണം. കേട്ടുള്ള കല്യാണത്തിന് എന്റെ വീട്ടുകാർക്കും കുഴപ്പമില്ല, അവളുടെ വീട്ടുകാർക്ക് ഒട്ടും കുഴപ്പമില്ല. ആകെ കൂടി വിലങ്ങ തേടേണ്ടത് എന്റെ ഈ മാമനാണ്. പുള്ളിക്കാരൻ പറയാ, ഞാൻ ചത്തിട്ടേ നിനക്ക് അവളെ കെട്ടാൻ പറ്റുന്നു. അപ്പൊ പിന്നെ ഒരു 2 ലക്ഷം രൂപയും തന്ന് നിങ്ങൾ എന്നെ കൊണ്ടുവന്നിട്ട് ഞാൻ മാമനെ കൊന്നുകളയെന്ന് വിചാരിച്ച്. നിന്റെ വീട്ടിൽ വേറെ മാമന്മാരുണ്ടോ? എനിക്ക് വേറെ 3-4 മാമന്മാരുണ്ട്. അങ്ങനെയാണ് ആടിശയിൽ നടപ്പുണ്ടോ? ഇപ്പൊ കൊന്നാൽ ഇരട്ടി കൊല്ലാം. ഐഡിയ അങ്ങോട്ട് ബാക്കി വെച്ചാൽ മതി. അതെ, കുടുംബത്തെ ആൾക്കാരെ കുറയ്ക്കാനായിട്ടുള്ള ഓരോ ഐഡിയകള്. അതെ, നീ എന്റെ കഥ കേട്ടിക്കണ്ട, തലക്കാലം മാമനെ കൊല്ലാൻ പ്ലാൻ പറയും. എടാ, നിന്റെ മാമൻ ഇവിടെ വന്നു കഴിയുമ്പോൾ ഞാൻ പുള്ളിയെ പിന്നിൽ നിന്ന് കുത്തുന്നു. കത്തി കുത്ത് മാമനെ പറ്റില്ല. വേണ്ട. അങ്ങനെയാണ് കഴുത്ത് നേരിച്ച് കൊല്ലുന്നു. മാമന് ശ്വാസം മുട്ടിന്റെ അസുഖം. അത് അങ്ങനെയാണ് ഇരുട്ടടിച്ചടിക്കാം. ഇരുട്ട് മാമന് പേടിയാ, പുറത്തേക്ക് വരികയില്ല. എന്നാ അവനെ ഞാൻ ഉമ്മ വെച്ചു കൊല്ല. അതാണ് അവൻ സുഖിച്ചു മരിക്കുള്ളൂ. നിങ്ങൾ ഇങ്ങനെ ഈ ലുക്ക് വെച്ച് ചൂടാവലാ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ വന്നപ്പോ ഒട്ട് ശ്രദ്ധിക്കണതാ, സാധാരണ ഗുണ്ടകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മൊട്ടത്തല ഉണ്ടാവും, അല്ലെങ്കിൽ തലയിൽ നിറച്ചു മുടി ഉണ്ടാവും. നിങ്ങൾ ഈ മുമ്പിൽ മുടിയിലാണ്ട് എന്ത് ഈ ബാക്കിൽ മാത്രം വെച്ചേക്കണേ? എന്റെ മുടികൾക്ക് പോലും എന്റെ മുന്നിൽ വരാൻ പേടിയാണ്. അതുകൊണ്ടാണ് അത് ഒളിച്ചു നിൽക്കുന്നത്. നിങ്ങൾ ഇന്ന് പിള്ള കളിക്കല്ലേ? എന്റെ ഉണ്ടോ, നിങ്ങൾ പഴയ പോലെ ലോക്കൽ ഗുണ്ടല്ല. ഇന്നു മുതൽ നിങ്ങൾ ആരാ? ബിസിനസ് മാൻ. അയ്യോ, അത് പറ്റത്തില്ല. ഞാൻ ജട്ടി അകത്തെടുത്തോളൂ, പുറത്തെടുത്തില്ല. അത് സൂപ്പർമാൻ. ഇത് ബിസിനസ് മാൻ എന്ന് പറഞ്ഞ വലിയ പണക്കാരൻ. എന്റെ പൊണ്ണ, നിങ്ങൾ ഇത്ര വലിയ പണക്കാരനായിട്ടാണോ ഈ പൊട്ടപ്പെട്ടി കൊണ്ട് നടക്കുന്നത്? ഈ പെട്ടിയെ കുറിച്ച് നിനക്ക് അറിയാൻ പാടില്ലാത്തോണ്ടാ. ഒരാളെ എങ്ങനെ കൊല്ലണം, എന്തുകൊണ്ട് കൊല്ലണം എന്നുള്ള എല്ലാ ചോദ്യത്തിന്റെ ഉത്തരവും ഈ പെട്ടിയിലുണ്ട്. ഈ മിഷൻ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പെട്ടിക്ക് ഒരു ഉമ്മ കൊടുക്കും. അപ്പൊ തോറ്റാലോ? നീ എന്റെ ശവപ്പെട്ടിക്ക് ഒരു ഉമ്മ കൊടുക്കണം. ഈ കരുനാക്ക് വളർത്ത ഓരോ കാര്യങ്ങൾ പറയുന്നത് വർത്ത എന്നാന്ന് വെച്ചാൽ പറയണം. ഞാൻ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ഇനി പറഞ്ഞുതരാം. എന്റെ മാമൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് പോണം. അങ്ങനെയാണ് അവന് 2 ചെറുപടം കഴിച്ചിട്ട് വരാൻ പറയും. മാമനെ കൊല്ലണ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പോണം ഞാൻ ഉദ്ദേശിച്ചേ. അവനെ ഈ പെട്ടിക്ക് അടിക്കാൻ കൊല്ലുന്നു. എനിക്ക് എങ്ങനെ കൊന്നാലും കുഴപ്പമില്ല. മാമൻ വരുന്നുണ്ട്. മാമോ
എന്തരവാ ആരാന്ന്? അനന്തരവാ ഇതാണ് കേട്ടോ എന്റെ മാമൻ. കൊല്ലട്ടെ. ഏ? കൊള്ളാട്ടോ മാമൻ കൊള്ളാ. താങ്ക് യു മാമ ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ ബിസിനസ് മാഗ്നറ്റ്. അതെ അതെ. ഹൗ ആർ യു? ഓ ഇംഗ്ലീഷ് I am very fine, you know. Jarin, when I saw him, I remember an old from Dehradun, and he's just like him, very clever. അത്ര നേരം ഇവനെ കൊല്ലേണ്ട നിന്റെ ആവശ്യമായിരുന്നു. ഇനി തൊട്ട് അത് എന്റെ ആവശ്യമാണ്. ഇനി ഇവൻ ഇംഗ്ലീഷ് പറഞ്ഞാൽ ഇവന്റെ നാക്ക് വെട്ടി ഇംഗ്ലീഷ് ഇട്ട് ഞാൻ കത്തിക്കും. എല്ലാ അവസരം ഞാൻ ഒരുക്കി തരാം. ഞാൻ സെറ്റ് തരാം. മാമ ബിസിനസ്സുകാരൻ വന്ന സ്ഥിതിക്ക് നമുക്ക് ബിസിനസ് സംസാരിച്ചാലോ? എന്നെ കൂടെ ബിസിനസ് ചെയ്യാൻ പോണ പാർട്ണറെ പറ്റി ഞാൻ നല്ലപോലെ അറിഞ്ഞിരിക്കണം. പേര് പറഞ്ഞില്ല. എന്നോടും പറഞ്ഞില്ല. ഓ സോറി ഞാൻ ഗോവിന്ദ് ഋഷി. ഗോതമ്പ് കൃഷി. അയ്യോ, ഗോവിന്ദ് ഋഷി. ഇപ്പോഴും താങ്കളുടെ പേര് പറഞ്ഞില്ല. പുതിയ കോഴ്സാ മിസ്റ്റർ മുന്നാബായ്. എന്റെ ബിസിനസ് ഒക്കെ ഭയങ്കര സെറ്റപ്പ് ആട്ടോ. അമേരിക്കയിൽ എന്റെ ബിസിനസ് നോക്കിയെടുക്കുന്നത് ഡാനിയൽസ് ആണ്. പക്ഷെ ഇറാഖിൽ നോക്കിയെടുക്കുന്നത് ആഞ്ചലിനയാണ്. പക്ഷേ യൂറോപ്പിലാണെങ്കിൽ അത് സൈതീരിയാണ്. അറിയാമോ? ഇപ്പോൾ തനിക്ക് എന്ത് മനസ്സിലായി? 3 രാജ്യത്ത് 3 സെറ്റപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. സെറ്റപ്പാണ് നിങ്ങളുടെ ബിസിനസ് എന്ന് മനസ്സിലായി. ഓ താങ്ക് യു. വലിയ ബിസിനസ് ഉള്ള ആളല്ലേ നിങ്ങൾ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും വലിയ പണക്കാരനായത്? എടോ, എനിക്ക് ഈ പണമെല്ലാം വരാൻ കാരണം എന്റെ അച്ഛൻ വഴിയാണ്. അങ്ങനെയാണ് ആ വഴി ഒന്ന് പറഞ്ഞു തരുമോ? എന്തിന്? എന്റെ അച്ഛനെ അവിടെ 2 റൗണ്ട് ഓടിക്കാൻ. എന്റെ പൊന്നു മണ്ട, അതല്ല. പാരമ്പര്യമായിട്ട് എമ്മക്ക് കിട്ടിയ പണമാണ് വെച്ചാണ് ഞാൻ ഈ ബിസിനസ് എല്ലാം ചെയ്തത്. അറിയാമോ? അങ്ങനെ തനിക്കറിയാമോടോ? എന്റെ അച്ഛൻ ഇവിടുത്തെ ഒരു കിങ് ആയിരുന്നു. അച്ഛൻ കിങ് ആയിരുന്നെങ്കിൽ ഞാൻ ആരായിരിക്കും? കിങ് കോങ്. അല്ല കിങ് മേക്കർ. ഓ മിസ്റ്റർ ജോക്കർ. ജോക്കർ അല്ല, മേക്കർ എന്ന് പറയുന്നത്. അതിപ്പോ തെറ്റിപ്പോയതല്ലേ? ശരി, എന്തായാലും നമ്മളിപ്പോ ബിസിനസ് പാർട്ട്നേഴ്സ് ആവാൻ പോവല്ലേ. അപ്പൊ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിരണം. മോനെ കുട്ടു ചോദിക്കണോ? ഞാൻ എങ്ങനാ മുന്നം മദ്യപിക്കോ? 24/7. വെരി ഗുഡ്. എടാ, എന്റെ ഫേവറേറ്റ് ടക്കീലയാണ്. എന്റെയും കിന്നാരി തുമ്പികളും അഞ്ചരക്കുള്ള വണ്ടി കണ്ടാ എനിക്ക് ഭ്രാന്താണ്. അത് വേറെ ഭ്രാന്ത്. എടാ, ഷക്കീലല്ല, ടക്കീല, വിദേശി. സോറി, ഞാൻ മലയാളത്തിന്റെ ആളാ. അപ്പൊ സ്വദേശി. സംസാരിക്കാൻ തൊണ്ട ഡ്രൈ ആയിടോ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി ഗെയിം കളിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ബിസിനസ്. മോനെ കുന്തോങ്ങ് നാടാ. ഇതാ മാമ. പോടാ. എടോ, തനിക്ക് ഈ ഗെയിമിന്റെ പേരറിയാമോ? പിന്നെ ഇതെല്ലാ പണക്കാർക്കും അറിയത്തില്ലേ? പേര് പറഞ്ഞേ. ഇതാണ് പണക്കാർ കളിക്കുന്ന കുഴിപ്പന്ത്. കുഴിപ്പന്ത്. എടോ, ഇത് സ്നൂക്കർ. അങ്ങനെയാണ് പണക്കാർ ഗെയിമാ. പക്ഷേ ഈ ഗെയിം കാണുമ്പോ എനിക്ക് എന്റെ ഭാര്യ ഓർമ്മ വരും. കുഴി തള്ളിട്ട് നമ്മൾ ഭയങ്കര പിടിക്കുക. ഒരു കാര്യം ചെയ്യാം, ഈ ഉണ്ട ഞാൻ ആദ്യം ഉരുട്ടാം, അതിനുശേഷം മുന്നേ ഉരുട്ട്. ഓക്കെ അല്ലേ? ഞാൻ ഉരുട്ടിക്കോട്ടെ. എന്നാ നിങ്ങൾ ഉണ്ട ഉരുട്ടിക്കോളൂ. താങ്ക് യു. അതെ, ഇതാണ് അങ്ങേരെ തീർക്കാനുള്ള പറ്റിയ അവസരം. ചെന്ന് കാച്ചാ. ഞാൻ താർക്കും. ശരി. എന്താ മിസ്റ്റർ മുന്ന? ഓൾ ദ ബെസ്റ്റ്. മുന്നക്ക് എന്നോടുള്ള സ്നേഹം കണ്ടു. മുന്ന ഷാളായി. നിങ്ങളുണ്ട് ഉരുട്ടിക്കോളൂ. താങ്ക് യു. ഓ, ഇപ്പൊ നിങ്ങൾ വലിയ കൂട്ടുകാരായില്ലേ? അവൻ തിരിഞ്ഞു നോക്കിയപ്പോ ടൈമിങ് പോയല്ലേ? ഒന്നും നോക്കണ്ട. ഓക്കെ. എന്താ പിന്നെ സ്നേഹത്തിന്റെ നിറകൂടം ഇങ്ങനെ ഒരു പാർട്ട്ണറെ കിട്ടൂടാ. വെരി ഗുഡ്, വെരി ഗുഡ്. നീ ഇത് എന്തൊക്കെ കാണിക്കണം? എടേ, പറ്റുള്ളേ കളഞ്ഞിട്ട് പോടേ, ഞാൻ ചെയ്തോളത്. ഉണ്ടോരുട്ടി കുഴിയിലിട്ട മാമനെ ക്ലബിന്റെ വക ഒരു പൊന്നാണ്. ഒരു വഴിയുള്ളൂ. ഇന്ന് ഇവരെ കൊള്ളണ്ടോ? നമുക്ക് നാളെ കൊല്ലാം. നല്ല കാര്യം. മുന്നേ പോവാൻ വരട്ടെ. എന്താ മഹർഷി? ഞാൻ ഇത്രയും വലിയൊരു ബിസിനസ്കാരനായത് അറിയാമോ? അത് ഉണ്ട കുറച്ച് കുഴി ഇട്ടിട്ടാണോ? അല്ല, എന്റെ ശത്രുക്കൾ തിരിച്ചറിയാനുള്ള എന്റെ ഒരു കഴിവ് കൊണ്ട് മാത്രമാണ്. സത്യം പറയടോ, താനല്ല എന്റെ ശത്രു. എന്നെ കൊല്ലാൻ വന്നേടാ. അല്ല. അല്ലേ? കള്ളം പറഞ്ഞടാ.
മിസ്റ്റർ ജെറിൻ ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. എന്തിന്? കോഴിക്കോട് ഇറക്കാൻ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവാണല്ലേ. മുന്ന ഈ ഉണ്ട ഞാൻ എവിടെ ഇടണം? അവിടെ 5-6 കുഴിയില്ല, അതിന്റെ അകത്ത്. ആ ഉണ്ടല്ല, ഈ തോക്കിലെ വെടിയുണ്ട. അത് ഇവൻ ചെന്നാ ചെത്തിട്ട്. ഇവനാണ് നിങ്ങളുടെ ശത്രു. അപ്പൊ നീ ആര്? ഞാൻ മിത്രം. വെക്ക് മാമ വെടി. മരുമോനെ. മാമാ ആ. ഞാനൊരു കാര്യം പറയട്ടെ, പുള്ളി വന്നപ്പോഴേ എനിക്ക് എസ്.ജെ. സൂര്യ വരുന്ന പോലെ തോന്നി. തോന്നും. ഹലോ, തോന്നും. നിങ്ങൾക്ക് ഇതെല്ലാം തോന്നും. കാരണം ഇത് നമ്മുടെ പിള്ളേരാണ്. ഞാൻ ഇത് പറഞ്ഞതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ? ത്രിമൂർത്തികളാണ് വരാൻ അല്ല, പോകുന്നത്. നിങ്ങൾ പറഞ്ഞൊക്കെ ഞങ്ങള് മറന്നു. നല്ലൊരു സ്കിറ്റാണ്. ഒന്നുകൂടി പറയാം, ഓർമ്മിപ്പിക്കാം. വേണ്ട, വേറെ കാര്യം പറയട്ടെ, ഇവര് 3 പേരും അല്ലെങ്കിൽ ഇവരിൽ 3 പേരിൽ ഒരാൾ TV വാർത്തയും പത്രവാർത്തയും വായിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് സ്കിറ്റ് കണ്ടപ്പോ മനസ്സിലായി. കാരണം ഈ ഇടയ്ക്ക് നമുക്ക് ന്യൂസിലൊക്കെ കണ്ടൊരു വാർത്ത ഈ സ്കിറ്റിലുണ്ട്. അമ്മാവൻ, അതായത് കാമുകിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മാവൻ സമ്മതിക്കാത്തത് കൊണ്ട് അമ്മാവനെ വണ്ടി ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചൊരു വാർത്ത ഈ ഇടയ്ക്ക് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടില്ലേ നിങ്ങൾ? ഇങ്ങനത്തെ ന്യൂസ് ഒക്കെ അഖിലേട്ടനെ കാണാറുള്ളൂ. ഞാൻ കാണുന്നത് മറ്റേ നാട്ടില് പുലി ഇറങ്ങി, മുഖ്യമന്ത്രി ആയില്ല, ആരോഗ്യമന്ത്രിനെ തീരുമാനിച്ചില്ല. ഈ ന്യൂസ് ഒന്നും ഞാൻ കണ്ടില്ല. വലിയ മറ്റേ സ്രാവിനെയൊക്കെ കാണുന്ന ഇടയ്ക്ക് ചെറിയ നെത്തോലിയും പന്തിയൊക്കെ അത് വഴി അതും കൂടെ ശ്രദ്ധിക്കണം. ഞങ്ങളുടെ പിള്ളേര് വാർത്ത വായിക്കുന്നവരാണ്. അറിവും ബോധവും വിവരവും കഴിവുള്ളവരാണ്. ഏതാണ് നിന്റെ പിള്ള? അത് 3. ഞങ്ങളൊന്ന് പറഞ്ഞോട്ടെ ചേട്ടന്മാരെ, നിങ്ങളുടെ സ്ക്രിപ്റ്റ് സെൻസ് അപാരം, നിങ്ങളുടെ ഡയലോഗ് പ്രസന്റേഷൻ അപാരം, മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് അപാരം, എല്ലാം അപാരം, ടൈമിംഗ് അപാരം അല്ലേ? ടീം കുഴപ്പമാണ്. പിന്നെ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ച ടീം അപാരം. ഞങ്ങൾ അല്ലേ? ഇനി നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ അപാരമായ ഗസ്റ്റ് പറയട്ടെ. അല്ല, ഒന്ന് ഇത്രേ ഭാരമുള്ള ഒരു ടീമിന് എന്ത് പറയണം? ഈ ഭാരമില്ലാത്തൊരു ഞാൻ ഭാരമുള്ള നമ്മുടെ ബാറ്ററി പറയട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാറ്ററി കണ്ടാലോ? തിരിഞ്ഞോളൂ. കറക്റ്റ് കണക്കാണ്. കറക്റ്റ് കണക്ക്. അതായത് 10 10 10 1 1 1. 33 കറക്റ്റ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 33,000. അങ്ങനെയാണേ. അങ്ങനെയല്ല, ഇങ്ങനെ പറ. അവര് 3 പേര്, അവർക്ക് കിട്ടിയത് 33. അത് ശരിയാ. 11 11 11. ഞങ്ങൾക്ക് ബിരിയാണി മതി. ശരി ചേച്ചി. അതെയോ? 3 3. റിച്ച് ഫാമിലി. എന്താല്ലേ, ലൈഫ് സെറ്റായി. അപ്പൊ എന്തായാലും കിടിലം പെർഫോമൻസ് ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. നീ ഇതെന്താണ് ഇത് മൂകവാർത്ത വായിക്കുന്നതാണ്? എനിക്ക് മനസ്സിലായില്ല. അങ്ങനെയെങ്കിലും അവനൊരു പണി എടുക്കട്ടെ ഇവിടെ നിന്നിട്ട്. രണ്ടുപേരും കൂടി പറഞ്ഞ് ക്ലാഷ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ വായനക്കിതാണ്. ആങ്കറിങ് ഈഗോ കഴിഞ്ഞു. എന്റെ പരിപാടി കഴിഞ്ഞു. കാരണം എന്റെ അടുത്ത് ചേച്ചി പറഞ്ഞു ബ്രാൻഡിങ് മാത്രം പറഞ്ഞാൽ മതി, ബാക്കി എല്ലാം ഇനി ശ്വേത ചേച്ചി പറയും എന്നാണ് പറഞ്ഞത്. ചേച്ചി ഏപ്രിൽ ഉണ്ട്, പക്ഷെ കിച്ചണിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. ഞാനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ, കളിമണ്ണ്. നിങ്ങളുടെ മുമ്പിൽ എന്താ വെച്ചെന്നെ? അയ്യോ, ഇത്രയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഇന്ന് വരെ അറിഞ്ഞില്ല. എന്തായാലും കളിമണ്ണ് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മള് 2 ഹാൻസം കുട്ടികൾ ഇവിടെ ഉണ്ടല്ലോ, പയ്യന്മാര്. പയ്യന്മാരോ? ഇവരോ? ചേച്ചിക്ക് തോന്നി പറഞ്ഞോട്ടെ. അല്ലടാ, നമ്മുടെ അഖിൽ കുട്ടി, അർജുൻ കുട്ട, ഈ 2 ഇന്ന് വരെ ലൈഫില് അഖിലിന് ഒരു നല്ല പെണ്ണോ അല്ലാതെ ഒരു റിലേഷൻഷിപ്പോ അതൊന്നും നടന്നിട്ടില്ല, കിട്ടിയിട്ടുമില്ല. പക്ഷെ അർജുൻ ആണെങ്കിലോ കെട്ടിണ്ടെങ്കിലും പക്ഷെ സോറി, കണ്ണിപ്പോഴും കോഴിക്കൂട്ടിലാണ്. അപ്പൊ നിങ്ങൾ 2 പേർക്കും ഞാൻ ഒരു അവസരം തരികയാണ്. ഭയങ്കര ഈസി, ഭയങ്കര ബ്യൂട്ടിഫുൾ. ഇതാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടാൻ പോണ ഒരു ചാൻസ്. ഈ കളിമണ്ണ് ഇവർക്ക് കൊടുക്കുവാണോ? അല്ല, ഇവരെ മനസ്സില് ആഴത്തില് ഒരു ബ്യൂട്ടിഫുൾ പെൺകുട്ടി മനസ്സിൽ എന്തായാലും അല്ല, ഏതെങ്കിലും ആ ഒന്ന് മനസ്സിൽ ഒരേ ഒരു സ്ത്രീ ഉള്ളത് എന്റെ ഭാര്യയാണ് ഇപ്പോ. അല്ല, അർജുൻ ക്യാമറ ഓഫ് ആണ് മോനെ.
ശരിയാണ് ചേട്ടന്റെ മനസ്സിൽ ഒരു പെണ്ണുള്ളൂ, പക്ഷെ നിങ്ങളുടെ കണ്ണ് പല പെണ്ണുങ്ങളിലൂടെ നടക്കുന്നത്. മനസ്സിലൊരു പെണ്ണേ ഉള്ളൂ, മൊബൈലില്ല. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഇതൊക്കെ നമ്മളോടൊന്നും പറയണ്ട ഏത് പെണ്ണാണ്, പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ ഒരു പെണ്ണ് എന്തായാലും എവിടെയുണ്ട്, സ്വപ്ന സുന്ദരി. അപ്പൊ നിങ്ങൾക്ക് അത് ഡിസ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ ഈ ടീംമേറ്റ്സ് ഉണ്ടല്ലോ, രണ്ട് സുന്ദരികൾ, രണ്ട് സുന്ദരി, ആ കളിമണ്ണില് ഡിസ്ക്രൈബ് ചെയ്യുമ്പോ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അതിങ്ങനെ ബ്യൂട്ടിഫുൾ ആയി ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് ഇവര് കണ്ണ് തുറന്നു വെക്കുമ്പോ സ്വപ്ന സുന്ദരി ഇതാ അയ്യോ സുന്ദരി നീ തന്നെ. ഞാനൊരു കാര്യം പറയട്ടെ, കഴിഞ്ഞ 2 എപ്പിസോഡുകളായിട്ട് ചേച്ചി നമ്മളെ ട്രെയിൻ ചെയ്യിക്കുന്നത് മേക്കപ്പ് ചെയ്യാൻ, ഇതൊക്കെ ഉണ്ടാക്കാൻ. അതായത് നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്, എങ്ങനെയെങ്കിലും ഒക്കെ നമ്മൾ ജീവിക്കണം. ഞാൻ വേറെ പറയട്ടെ, നിന്റെ മൊബൈലിലുള്ള വനിതാ ജാഥയെന്ന് നല്ല നോക്കി ഒരെണ്ണം പറയണം. ഇല്ലടാ, എനിക്ക് എന്റെ മൊബൈൽ ഓക്കെ. കണ്ണ് ഒന്ന് നിർത്താവോ, നമ്മളൊന്ന് ഗെയിമിലേക്ക് കിടക്കട്ടെ. രണ്ടുപേരുടെ കണ്ണ് ആദ്യം കെട്ടിക്കൊടുക്കാം. ആലിസേ, നിങ്ങൾ ഏറ്റവും വേണ്ട, ഞാൻ നിങ്ങൾ ആദ്യം ഗാന്ധാരിമാരാവും. എന്റെ മൂക്ക് ഗാന്ധാരിമാരായിട്ട് നിങ്ങൾ കാന്താരി ഉണ്ടാക്കൂ. ഒരു കൂൾ ലുക്കിൽ നിന്നോ. ഞങ്ങളുടെ പയ്യൻ എപ്പോഴും കൂൾ ലുക്കിലായിരിക്കണം. അപ്പോ ബോയ്സ്, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളില് തട്ടുന്ന ആ പെൺകുട്ടി, ആ ബ്യൂട്ടിഫുൾ പെൺകുട്ടി പുറത്തു വരട്ടെ. ആദ്യം അർജുൻ. എന്റെ ദേവത, എന്റെ പെണ്ണ്. ഞാൻ മനസ്സിലും എന്റെ ഉറക്കത്തിൽ എന്റെ ഉറക്കം കെടുത്തിയിരുന്ന എന്റെ പെണ്ണ്. അവനെ ഉറക്കാറില്ലല്ലോ. അവൾക്ക് ഏകദേശം ഒരു 5 അടി 5 ഇഞ്ച് പൊക്കം. നിങ്ങൾക്ക് അത്ര ഇല്ലല്ലോ. എനിക്ക് 5 എഴുണ്ടറാ. ഞാൻ 5 ഉണ്ട്, പറയടാ ബാക്കി പറ. ഓക്കെ ഓക്കെ. ഒരു ഇവിടം വരെ മുടി, ഇവിടം വരെ, അവിടം വരെ മുടി. ആദ്യം അവർക്ക് ഉണ്ടാക്കാൻ എളുപ്പത്തിൽ ആ സൈസ് ഒന്ന് പറഞ്ഞു. മോഹത്തിന്റെ ഒരു ഷേപ്പെങ്കിലും പറയാം. അവസാനം വലിയ മുടി വെക്കാൻ പറ്റൂ. ഇപ്പൊ ശരിക്കും ഞാൻ എന്താ പറയണേ, മുഖം പറയണോ ബാക്കി? ആകാര വടിവ്. അതല്ലേ പറഞ്ഞു തന്നെ. 5 അടി 5 ഇഞ്ച് പൊക്കം, ഇത്ര മുടി, നല്ല ഷേപ്പ്. ഓക്കെ, ശരി. കഴുത്ത് എത്ര നീളം ഉണ്ടോ? നീളം കുറഞ്ഞിട്ടാണോ? കഴുത്ത് എന്നെക്കാളും കുറച്ചും കൂടി ഗ്യാപ്പ് വേണം കഴുത്തിന്. ഗ്യാപ്പ് വേണം. ഇപ്പൊ എവിടെയെങ്കിലും പോണെങ്കിൽ എത്തി നോക്കണ്ടേ? കഴുത്താണോ? ഇത് അമീബിയല്ലേ? ഒരു മിനിറ്റ്, കഴുത്ത് എങ്ങനെയാണ്? കുറച്ച് കഴുത്ത്, കുഞ്ഞു കഴുത്ത്. എടാ ഒട്ടക പക്ഷിയുടെ ഉണ്ടാക്കാൻ പോണത്. എടാ അത്രയും കഴുത്തല്ലടാ, ഓക്കെ, അത്രയും കഴുത്ത്. ശരി അർജുൻ, അത് ഉണ്ടാക്കി വരട്ടെ. ഇനി അഖിലിന്റെ അഖിൽ, നിങ്ങൾ ആദ്യം എന്താണ് ഉണ്ടാക്കാൻ പോണത്? നിങ്ങളുടെ പെണ്ണ് ഒരു മസാല ദോശ, ഒരു നല്ല പെണ്ണിനെ ഉണ്ടാക്കാൻ പോണു. ആകാര വടിവുള്ള എന്ത് വടിവ്? ആകാര വടിവ്, അങ്ങനെയല്ലേ വടിവ്? അതെ, ഏത് വടിവ്? അഹങ്കാര വടിവാണെങ്കിൽ ഞാൻ ഉണ്ടാക്കാം. ആകാര വടിവ് എന്റെ ഒരു ഇത്രയും ഹൈറ്റ്, ഒരു 5 അടി ഹൈറ്റ്, 5 അടി 5 ഇഞ്ച് ഹൈറ്റ് ഉള്ള നല്ല ഇങ്ങനെ ഇങ്ങനെ ഇല്ലേ, ഇങ്ങനെ ഉള്ളിൽ വെളിവാ, ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരു അതിങ്ങനെ അല്ല, അങ്ങനെ സ്ട്രേറ്റ് ഇങ്ങനെ ഉണ്ട്. അത് മകുടിയല്ലേ ചെയ്ത്? അല്ല, അങ്ങനെയാ നീ പറഞ്ഞേ. അല്ല, നമ്മൾ ഇങ്ങനെ പറയൂലേ, ഷേപ്പ് ഉള്ളൊരു ഉടുപ്പ് ഉണ്ടാക്ക്, ബാക്കി ഷേപ്പ് സെറ്റ് ചെയ്യാം. നീ അത് ഉണ്ടാക്കാദ്യം. ബാക്കി മുഖം ഒരു എന്റെ അത്രയൊക്കെ ഉള്ളൊരു മുഖം. അത്ര മോശം വേണ്ടത് നിന്നെ തന്നെയാണ് വേണ്ടത്. എന്റെ അത്ര പൊക്കം, എന്റെ അത്ര മുഖം, എന്റെ അത്ര എല്ലാം. ഇടയിൽ ഒരു വട്ടമുഖം ഉണ്ടാക്ക്. വട്ടമുഖം അങ്ങനെ പറ. വട്ടമുഖം വട്ടുണ്ടാക്കാൻ സമയം എടുക്കും. ഇനി അത് വട്ടുണ്ടാക്കട്ടെ. അർജുൻ തുടങ്ങിക്കോളൂ. അർജുൻ കഴുത്ത് റെഡിയാണ്. ഞാൻ നിർത്തിയെടുന്ന് തുടങ്ങട്ടെ. ഷോൾഡർ ബ്രോഡാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇപ്പൊ പറഞ്ഞു വരികയാണെങ്കിൽ എന്റെ പോലെ ഇച്ചിരി ബ്രോഡ് ദീപിക പദുക്കോൺ. അത്രയും വേണ്ട. അത്രയും വേണ്ട, കുറയ്ക്ക്. അയ്യോ, നിന്റെ ദീപിക പദുക്കോൺ നല്ലതാട്ടോ. ഓക്കെ, കുറച്ചു പതുക്കൊണ്ട് അത്രയും വേണ്ട. ദീപന്റെ ഇച്ചിരി പുറകില്, അത്ര മതി. പാവം. പിന്നെ എന്താണ് അറിയേണ്ടത്? മുഖം ഒരു ഓവൽ ഷേപ്പ് ആയിരിക്കണം. ഓവൽ ഷേപ്പ്, ചീക്ക് ബോൺസ് നല്ല തെളിഞ്ഞു കാണണം. ഇത് ഈ സാധനം വേണ്ട. വേണ്ടേ? വേണം. അപ്പൊ അത് ഉണ്ടാക്കട്ടെ അഖിൽ. ഇനി എന്താ എന്ത് വേണം? വട്ടമുഖം പരത്തിക്കൊണ്ടിരിക്കണം. അതെ, വട്ടമുഖം ആയാ? ഇല്ല. വട്ടമുഖം ആയെങ്കിൽ കണ്ണെങ്ങനത്തെ? കണ്ണ് ഉണ്ടക്കണ്ണ്. ഉണ്ടക്കണ്ണ്. അതെ, കൃഷ്ണമണി എങ്ങനത്തെ? കൃഷ്ണമണി ഉണ്ടായില്ലേ? പിന്നെ നീ മറ്റേ ചതുരമുള്ള കൃഷ്ണമണി ഇട്ടിട്ടുണ്ടാ? കളറ് പറ. കൃഷ്ണമണിയുടെ ബ്ലാക്ക്. ബ്ലാക്ക് ആണ്. ബ്ലാക്ക് വേണ്ട, എല്ലാവർക്കും ബ്ലൂ ആണെങ്കിൽ ഞാൻ ബ്ലാക്കിന്റെ ആളാണ്ട്. ബ്ലാക്ക് കൃഷ്ണമണി. ബ്ലൂ ആണെങ്കിലേ വിജയുടെ അടുത്ത് ലെൻസ് വാങ്ങിക്കണം. അതാ പറഞ്ഞ, ഇത് മതി, ബ്ലാക്ക് കണ്ണ് മതി. അർജു, കണ്ണ് വട്ടക്കണ്ണാണോ? ഞാനൊന്ന് കണ്ണിലേക്ക് കടന്നോട്ടെ. കടന്നോളൂ. കിടക്കാൻ ബുദ്ധിമുട്ടായിരിക്കോടാ. പിന്നെ ഒരു സമ്മതിക്കും. നീ എവിടെ ഉണ്ടെന്ന് അറിയില്ല, പക്ഷെ എവിടെയായാലും ഓക്കെ. കണ്ണിന് ഞാൻ 2 ഓപ്ഷൻ തരാം. ഒന്നില്ലെങ്കിൽ മീനിന്റെ കണ്ണ്, അല്ലെങ്കിൽ മാനിന്റെ കണ്ണ്. മാൻ വേണ്ട, നമുക്ക് മീൻ പിടിക്കാം. അവര് മാൻ കൊണ്ട്
ഇവന് മനുഷ്യന്റേതായിട്ട് ഒന്നും വേണ്ട ആ പെണ്ണ്. എല്ലാം മീന്, കാക്ക, മനുഷ്യര് വന്നത് മൃഗങ്ങളിൽ നിന്നാണ്. ഒരങ്ങനെ നിന്നാണ്ട. അത് കുരങ്ങ മൃഗമല്ലേ? ഇല്ലല്ല, അതൊരു പെറ്റാണ്. പീലി കൺപീലി ഒത്തിരി വേണോ ഇച്ചിരി മതിയോ? ഇങ്ങനെ ഇരിക്കണേ. വിടർന്നിരിക്കണം. വിടർന്നല്ല ഇരിക്കണ്ടത്, ഇങ്ങനെ ഈ ഇങ്ങനെ ഒരു വളവുണ്ടാവണം. തിരമാല പോലെ. ഐബ്രോസ് എങ്ങനെയാണ്? തിക്കാണോ തിന്നാണോ? നല്ല ഷേപ്പ് വേണോ? ഭയങ്കര തിക്കാവരുത്, എന്നാ കുറച്ചും ആവരുത്, ആവശ്യത്തിന് ഇടാവണം. ചേട്ടന്റെ ഭാര്യ ഇങ്ങനെ അല്ലല്ലോ. ഞാൻ എവിടെ വരയ്ക്കും? അല്ല ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ചാൽ മതി. മാനത്ത് എന്റെ പോലത്തെ ഇങ്ങനെ കാണിച്ചേ. ദേ. തിക്ക് ഐബ്രോ. അതുപോലെ ഒരു ഇച്ചിരി ത്രെഡ് ചെയ്തേ. അതവിടെ ഞാൻ ത്രെഡ് ചെയ്യാം. എടാ ചെവി എടാ, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. വെരി ഇമ്പോർട്ടന്റ്. ഹലോ, അവന്റെ കിട്ടിയിട്ടുണ്ട്. നിന്റെ ഭാര്യ വിളിക്കണം, അവളുടേതായിട്ട് എന്തെങ്കിലും പറയാ. ഞാൻ നിന്നെ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാ കണ്ണുകൾ, നിന്റെ മുടി, പൊക്കം മാത്രം ഇച്ചിരി കൂട്ടി പറഞ്ഞേ, ബാക്കിയൊക്കെ set. അവളിപ്പോ ആ മുടി രഹസ്യം ഇപ്പൊ തിരിച്ചു പറഞ്ഞത്. അത്രയും വലിയ തല വേണം. അഖിൽ തുടങ്ങിക്കോ മോനെ. ചേട്ടാ ഒരു കാര്യം പറയട്ടെ, ശരീരം ഞാനാ ഉണ്ടാക്കുന്നത്, തല ദേ അവളാ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് PSLV മിഷൻ വല്ലതാണ് ഇവിടെ നടക്കണേ ചേച്ചി. എന്നറിയാമോ, മറ്റേ റോക്കറ്റിന്റെ തലഭാഗം തുമ്പയിലുണ്ടാക്കും, ബാക്കി വലിയ ഉണ്ടാക്കും, കുറെയൊക്കെ കോഴിക്കോട് ഉണ്ടാക്കി, ലാസ്റ്റ് എല്ലാം കൂടെ ഏതെങ്കിലും ഒരു തോട്ട് അസംബിൾ ചെയ്ത് കത്തിച്ച് വിടും. അങ്ങനെ കിട്ടിയാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോലം മതിയല്ലോ. നീ ഇപ്പൊ എവിടെ എത്തിയെന്ന് പറ. എന്താ ഞാൻ കണ്ണു വരയ്ക്കാൻ പോകുന്നു. മൂക്ക് എങ്ങനെയാന്ന് പറയട്ടെ. മൂക്ക് അത്യാവശ്യം ഇങ്ങനെ ലൈനുള്ള മൂക്ക് ഇങ്ങനെ. ഹായ്, അങ്ങനത്തെ മൂക്ക് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഇങ്ങനത്തെ മൂക്കില്ല, നമ്മളിങ്ങനെ മൂക്ക് മൂക്ക് തന്നെയാണ് അങ്ങനെ. ചാമ്പയ്ക്ക പോലത്തെ മൂക്ക്. എത്ര ഓട്ടോ വേണം ചേട്ടാ മൂക്കിന്? എല്ലാവർക്കും ഉള്ള പോലെ 2 ഓട്ടോ വെച്ചോ. നിനക്ക് ഇനി ഓഫറോ ബോണസോ ഉണ്ടെങ്കിൽ ഒരെണ്ണം കൂടെ ഇട്ടോ. ചേട്ടാ കയ്യിന് നീളം എത്ര വേണം? കൈയുടെ നീളം എന്റെ കവിളിൽ എത്തരുത്. അഖിലിന്റെ കഴിഞ്ഞു. ഇനി അർജുൻ. ഞാൻ എന്തായാലും അർജുന്റെ മനസ്സിലെ തല ഞാൻ പൂർത്തീകരിച്ചു. അവൾക്ക് മുടി വേണം നിർബന്ധമുണ്ടോടാ? മുടി വേണമെന്ന് പറഞ്ഞു. മുടി നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റില്ല. ഒരു എക്സ്റ്റൻഷെങ്കിലും കൊടുക്കണം. അല്ല മുടി ഇതിൽ ചെയ്യാൻ പറ്റില്ല. ക്ലേ അല്ലേ? കുഴപ്പമില്ല. മുടി ഇല്ലാത്ത നമുക്ക് മുടി പിന്നെ വെച്ചോളാം. മുടി ഇല്ലാത്തതാ? അയ്യോ, ഞാൻ സങ്കല്പിച്ചോട്ടെ. അവള് ബോബ് ചെയ്ത് സമ്മർ ടൈം അല്ലേ? ഞങ്ങളൊന്ന് പഴനിക്ക് പോയി. ഓക്കെ, എടാ നീ ഇതിൽ എങ്ങനെ ഇത് ഫിക്സ് ചെയ്യാനോ? ഞാൻ ചെയ്തുതരാം. അഖിൽ ചുണ്ട് എങ്ങനെയുണ്ട്? എങ്ങനെയാ? ചുണ്ട് കൊച്ചു ചത്തമ്മച്ചുണ്ട്. ചുണ്ട് ഇപ്പൊ ശരിയാക്കി തരാം. കൊച്ചുണ്ടാ? ഇങ്ങനെ ആവരുത്. പില്ലർ വേണ്ട. ചെവി ചോദിച്ചാ നിങ്ങൾ ആരെങ്കിലും? ചെവിയിലൊക്കെ എന്തിരിക്കും? കമ്മലിരിപ്പില്ലേ, അത് വെക്കാം. അതുപോലെ ഒരു ചെവി. ഇപ്പൊ എന്തായി? വല്ലതും നടക്കുവോ? അതെ, ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ ആള് മാറി വേറെ രീതിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുക ഇവിടെ. ചേട്ടാ, ഇത് കണ്ടു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ ഇതിനെ പിടിച്ച് കല്യാണം കഴിക്കും. അത്ര ഭംഗിയാ. എടി ശരീരം കുറച്ചുകൂടെ താടി. തരാനാ എന്താ അപ്പുറത്തെ കടന്ന് മേടിക്കുക? കുറച്ചുകൂടെ ഒന്ന് വെളുക്കാക്കോ. കുറച്ച് വെളുക്കാക്കോ. തൈറോയിഡ് ഉണ്ടോ നമ്മുടെ കൊച്ചിന്? ഒരു ഡ്രസ് എങ്കിലും കൊടുക്കടി. സാരി കൊണ്ട് തുറക്കട്ടെ. എടാ, തുറക്കരുത് അർജുൻ. മാമനാ? വേറൊരു പ്രത്യേക കേസ് എല്ലാരും കേൾക്കുന്നുണ്ടാ? ഉണ്ടാക്കി വരുമ്പോ പെണ്ണ് ഗർഭിണി ആയിരിക്കരുത്, വയറൊക്കെ ശ്രദ്ധിക്കണം. എടാ പിന്നെ നമ്മുടെ കൊച്ചേ ഒളിച്ചോടി പോയാ ചെറിയ ഇല്ലില്ല. നീ എന്താണ് വല്ല അപാകത? ചെറിയ ഒരു പ്രശ്നമില്ല. അതായത് പറഞ്ഞു വരുന്നത് ലൈഫില് സ്ത്രീകൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മളൊരു പോസിറ്റീവ് ആയിട്ടാണല്ലോ എടുക്കേണ്ടത്. എടുക്കാം. ഞങ്ങളുടെ കൊച്ചിന് ഇച്ചിരി തൈറോയിഡിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് കഴുത്ത് ഇച്ചിരി ഒരു വീങ്ങി ഇരിപ്പുണ്ട്. പക്ഷെ നീ അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ. ഞങ്ങൾക്ക് PCOD ഉണ്ട്. ഞാൻ തയ്യാറാവണം. നമ്മുടെ കൊച്ചിനെ തൈറോയിഡൊക്കെ ട്രീറ്റ് ചെയ്ത് മാറ്റാം. നമ്മുടെ കൊച്ചു പെർഫെക്റ്റാ ചേട്ടാ. എവിടെ എത്തിയടാ നിങ്ങൾ ഉണ്ടാക്കി? തല വെട്ടി പൊളിച്ചോണ്ടിരിക്കുക. മുടി നല്ല വേണേ ഇവിടെ വരെ. സ്കേർട്ട് ഇടിപ്പിക്കണോടാ? ഒരു മിനിറ്റ്, അവളുടെ ഈ കൈ വെച്ചിട്ട് ഉടുപ്പിക്കായിരുന്നു. തുണി മുക്കിപ്പിക്കില്ലേ? ഞാൻ മട്ടും പാക്ക വേണ്ടി ഉടമ്പ് എതുക്ക് മത്തവങ്ങളെ പാക്ക വേണ്ടി പറയുമ്പോ ഞങ്ങള് സാരി ഒരു ലോകം മുഴുവൻ ഇത്രയും പ്രേക്ഷകരെയും ക്യാമറയും കാണിച്ചിട്ട് അവളത് പറയണു. എടി, നിങ്ങളുടെ മാമനെ കൊണ്ട് ഞങ്ങളുടെ ഈ പെണ്ണിനെ കല്യാണം കഴിപ്പിക്കോ? ചേട്ടാ, കയ്യില് താലി ഇരിപ്പുണ്ടാ? ഇന്ന് കല്യാണേ ആണോ? നിങ്ങൾ കണ്ടോ? വീട്ടിലൊന്ന് വിളിച്ച് പറയട്ടാ. വേണ്ട ഇവിടെ നിന്ന് രജിസ്റ്റർ ചെയ്യാം. അവിടെ പോയി റിസപ്ഷൻ. ഞാൻ കല്യാണം കഴിക്കില്ല കേട്ടോ. അതെ ശ്രീവിദ്യ, ഞാൻ കല്യാണം കഴിക്കില്ല. അല്ലെങ്കിൽ അത് കല്യാണം കഴിക്കേണ്ടി വരൂല. കാരണം എനിക്കൊരു ഭാര്യയുണ്ട്. ഞാൻ എപ്പോഴും പറയും എന്റെ ഭാര്യ, അവൾ കഴിഞ്ഞിട്ടുള്ളൂ എല്ലാം. ആ ഒരു ചിന്ത നിനക്ക് എപ്പോഴും വേണോടാ. ആ ഒരു ചിന്ത. മിസ്റ്റർ അർജുൻ, യെസ് പറയൂ. നല്ല കണ്ണുള്ള, അതെ, നല്ല നീണ്ട മൂക്ക്, നല്ല കൈ, വടുവുള്ള
ശരീരം, വടുവുള്ള ചെവി, വടിവുള്ളല്ല വടിവൊത്ത. വടിവൊത്ത ചെവി, വടിവൊത്ത ശരീരം, ശരീരം, നല്ല ഓമനിക്കാൻ താലോലിക്കാനും തോന്നുന്ന രീതിയിലുള്ള കൈകൾ. മാത്രമല്ല ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ശില്പിയാണോ നീ കാണാൻ പോകുന്നത് മിസ്റ്റർ അർജുൻ? എനിക്കറിയില്ല, പക്ഷെ ഞാൻ എന്റെ ഭാര്യയാണ് കാണാൻ പോകുന്നത്. അർജുൻ calm down, അർജുൻ calm down. നീ കോരി തരിക്കും. I am coming down. ഞാൻ ചുരുങ്ങിയതാണോ? ഓക്കെ, നിങ്ങൾക്ക് കൊതിയാവണില്ലേ നിങ്ങളുടെ സ്വപ്ന സുന്ദരിനെ കാണാൻ? പെട്ടെന്ന് എന്റെ കണ്ണ് ഇത് അഴിച്ചു താ ചേച്ചി, ഞാൻ കാണണ്ടേ ചേച്ചി? ഓക്കെ, കെട്ടേണ്ടി വരൂല. ഇനി രണ്ട് പേരും ഒരുമിച്ച് തന്നെ ഊരണം. അപ്പൊ 1 2 3 തുറക്കട്ടെ. ഫ്രണ്ടിലേക്ക് വാ. ഇവിടെ അല്ലേ സാധനം? ഇവിടെ പറയണ്ട. ഇവിടെയാണോ സാധനം? ദാ, ദേ, ഇവിടെ. കറക്റ്റ്. ഞങ്ങളെല്ലാം കാണിച്ചു തരാം. വാ. ബാക്കി കൂടെ കാണിക്കാം. എന്തത്? ഞങ്ങൾ പൂർണ്ണതയിൽ എത്തിച്ചു. ഇത്രയും മാത്രം കേരമുള്ള നമ്മുടെ നാട്ടിൽ ഈ രണ്ട് തേങ്ങ ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ട്. അതല്ല, എന്തെന്ന് പറഞ്ഞാൽ നാണവും മാനമുള്ള ഒന്നിനെങ്കിലും കിട്ടി. അതെ, എന്റെ നോക്കണ തുണി കൊടുക്കൂല. ചേട്ടാ പറയുന്ന പോലെ കയ്യിന് നീളം ഇല്ല. അതാ കുഞ്ഞു കൈ, കൈ കണ്ടോ, ചുണ്ട് ചുണ്ട് കണ്ട പെമ്പിള്ളേരെ വായി നോക്കി ഇല്ല. പക്ഷെ എന്താണെന്നറിയോ അഖിലെ, നമ്മളെ ഒരു കാര്യത്തിൽ നമുക്ക് തുല്യ ദുഃഖിതരാണ്. എന്താണ്? നമ്മുടെ രണ്ടുപേരുടെയും പെണ്ണുങ്ങൾക്ക് കാലുകളില്ലടാ, അത് കോൺക്രീറ്റിൽ ആഴ്ന്നു പോയിരിക്കുന്നു. അർജു നിന്നെ നോക്കിയത് മുട്ടുകുത്തി ഇങ്ങനെ നിക്കാണ്. ഈ മാമനാ മാമനായിട്ട് തോന്നിയത്. നേരമായി ഒന്നും അറിഞ്ഞ് രണ്ടാമത്തെ മാമൻ പോലും. അല്ലല്ല, ഇതാരുടെ ഇപ്പൊ ഇത് അല്ലേ? ചേട്ടാ ഞാൻ പറഞ്ഞോട്ടെ, അപ്പുറത്തെ വീട്ടിലെ പെണ്ണിനെ നോക്കുക, അപ്പൊ ഇപ്പുറത്തെ വീട്ടിലെ പെണ്ണിന് സൂപ്പർ ആയിരിക്കും. പക്ഷേ അങ്ങനെ അത് നല്ല എനിക്ക് എന്റെ കുട്ടിക്കാലത്തോട്ട് എന്നെ പെട്ടെന്ന് കൊണ്ടുപോയി ചേച്ചി. ഉത്സവ പറമ്പിന്ന് മാങ്ങാ ബലൂൺ മേടിക്കൂലേ, ഇങ്ങനെ നീളത്തിൽ ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഷോൾ ഇടിപ്പിച്ചു കൊടുക്കണോ നിന്റെ പെൺകുട്ടിക്ക്? തല മറച്ചു കൊടുക്കാം. അല്ലല്ലോ മാറ് അങ്ങനെ. കണ്ടായിരുന്നോ? ഞങ്ങളുടെ കുട്ടീനെ കണ്ടോ? കണ്ടു. എടി എന്തടി വെയിൽ കൊള്ളാൻ വയ്യേ, ടവല് കുത്തിയേക്കുന്നു. റെഡിയായിട്ട് നിൽക്കോ തട്ടമിട്ട്. ഈ പ്രായത്തിലാ ഇതാണ് അഖിൽ നേരെ ഷോറൂമിൽ പോയി തുണിയെല്ലാം വാങ്ങി ഇതാ ഇട്ട് കൊടുക്കാണ്. ഒരിക്കലും ഞാനോ എന്റെ ഞങ്ങളെ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിക്കാറില്ല. അതുകൊണ്ട് കുടുംബത്തിൽ കയറണമെങ്കിൽ ഇച്ചിരി ഡ്രസ്സൊക്കെ ഇട്ട് മര്യാദയ്ക്ക് വന്നാൽ മാത്രം കയറിയാൽ മതി. മൊത്തം ഡ്രസ്സാണ്. ഓടിക്കോൺ ഡ്രസ്സായിരുന്നു ഇത്. എന്തോന്നത്? ഓക്കെ, അർജുൻ ആൻഡ് അഖിൽ സെന്ററിൽ വരൂ. ഒരു കല്യാണം അല്ലേ കള്ളോ? അപ്പൊ ബോയ്സ് ഒരു കാര്യം ചെയ്തോട്ടെ ചേച്ചി, ഞാൻ റിജക്ട് ചെയ്തെങ്കിലും 2 കമ്മലും ഇച്ചിരി ഡ്രസ്സും മാറ്റി കൊടുത്തിട്ടുണ്ട്. അല്ലത് പാവം ഇല്ല, വിഷമാവും അതിന്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഈ 2 പെൺകുട്ടികളും കല്യാണം കഴിക്കാൻ പോണില്ലേ? ഈശ്വരാ, ഇവരെന്ത് ചെയ്യും? ഇവരെന്ത് ചെയ്യും? അതിനെന്തിനും ചെയ്തോട്ടെ. ഉറപ്പാണോ നിങ്ങളുടെ തീരുമാനം? നിങ്ങൾ ഈ 2 പെൺകുട്ടികളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ കല്യാണം കഴിക്കാൻ പോണില്ല? വേണ്ട. ഇതാണോ പെൺകുട്ടി? നിങ്ങളൊരു കാര്യം, ഇവർ രണ്ടുപേരുടെ കൂടി ഒരു ടീം ഉണ്ടാക്കി ഇവിടെ സ്കിറ്റ് കളിപ്പിച്ചു. എന്നാലും ഞങ്ങൾക്ക് വേണ്ട. വേണ്ടാന്നോ? വെരി സാഡ്. ഉറപ്പല്ലേ? ഉറപ്പാ. ഇനി ഞാൻ ഒരു മാജിക് കളിക്കാൻ പോവാണ്. നോക്കിക്കോളൂ. Abracadabra, abracadabra. Yo. ಇದು ನವ ಸುಮಶರವಲಯದ ಲಹರಿ ಪ್ರತಿ ಸುಖ ನದಿಯಿಲೊರನುಪಮ ಶಲಭ ആലസം ഒരുങ്ങി വരൂ ഉന്മാദം എന്നുള്ളിൽ തരൂ മധുവിധു നുകരുക നീ ഇതു നവസുമശരവലയിത ലഹരി. എന്താണ് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇതിലൊരനുപമ ശലഭം ആലസം ഒരുങ്ങി വരൂ ഉന്മാദം എന്നുള്ളിൽ തരൂ. ഇവിടെ ഇരുന്ന മാങ്ങാ ബലൂണാണ് ഈ നിൽക്കുന്നത്. ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. നോക്കടാ, നീ പറഞ്ഞ പോലത്തെ പിരികം, നീ പറഞ്ഞ പോലത്തെ കണ്ണ്, ബാക്കിയെല്ലാം ഞങ്ങൾ കൺഫീലി ഉണ്ടോ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത്? കറക്റ്റ്, എല്ലാം ഉണ്ട്. ഞാനേ നമ്മള് രണ്ടുപേരും കൂടെ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നാ, ഇത് വേണ്ട ഇവിടെ എന്തോ
അല്ല വേണ്ട സ്കിറ്റ് വേണമെങ്കിൽ കളിപ്പിച്ചോ, ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞില്ല. സാറിലായിട്ടാ നിങ്ങൾക്ക് വേണ്ട, ഇറ്റ്സ് ഓക്കെ അല്ലേ? അത് ചുമ്മാ പറഞ്ഞാണ്. അല്ലല്ല ചേച്ചിക്ക് ചേച്ചി എന്തെങ്കിലും തിരിച്ച് വേറെ എന്തെങ്കിലും തീരുമാനം എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ പറഞ്ഞത് ഇതാണെന്ന് അപ്പൊ അറിഞ്ഞില്ല. കണ്ടോ ക്ഷമ ചോദിച്ച ഒരാൾ നിൽക്കുന്ന തല കുനിഞ്ഞു നിലപാടില്ലായ്മ. പിന്നെ കേരളത്തിൽ നിലപാടുള്ള ആൾക്കാരുടെ ബഹളമാണല്ലോ, പിന്നെ ഞങ്ങൾക്കല്ലേ ഇപ്പൊ പ്രശ്നമുള്ളൂ. ഇത് മാത്രമല്ല, സത്യത്തിൽ അഖിലെന്ന് പേരുള്ള ഒരുപാട് പേർക്ക് നിലപാടില്ല. അർജുൻ മനസ്സ് പൊട്ടി നിൽക്കുകയാണ്. വേണമെങ്കിൽ പൊട്ടി കരഞ്ഞോ. എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. വീട്ടിൽ ഭാര്യ എന്നോട് ക്ഷമിക്കണം, ഇതിനെ കെട്ടാൻ പറഞ്ഞല്ലേ. കുട്ടി കൊള്ളാം, കുട്ടി സുന്ദരിയാണ്, പക്ഷേ ഐ ആം കമ്മിറ്റഡ്. ഒരു വിഷമില്ല, കേരളം രക്ഷപ്പെട്ടത് ഇയാളുടെ കല്യാണത്തിന്. 450 പെൺകുട്ടികളാണ് അന്ന് രക്ഷപ്പെട്ടത്. കേരളം കാത്തിരുന്ന കല്യാണമായിരുന്നു. അത് മാത്രമല്ല ചേച്ചി, ഇവൻ കമ്മിറ്റഡ് ആവുന്ന ഇവനെതിരെ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ശല്യക്കാരൻ. പോരാത്തതിന് കണ്ണൂർ വിങ്ങിലെ ചേട്ടൻ എന്താ വന്നിരിക്കുന്നു ഇവന്റെ. കൊള്ളാം, നല്ല പരിപാടി, നല്ല പരിപാടി. അപ്പൊ എങ്ങനെയാ കാര്യം? ചേച്ചി ഇത് നമുക്ക് ആഘോഷിക്കണം. ഇവർക്ക് പണി കൊടുത്തത് എന്തായാലും കിട്ടില്ലായിരുന്നു. നമ്മുടെ ഈ കൊച്ചുങ്ങൾ ഭയങ്കര അടിപൊളിയായിട്ടായിരുന്നു ഡാൻസ് ഒക്കെ. താങ്ക് യു ഗേൾസ്, താങ്ക് യു സോ മച്ച്. ഇത്ര കാണിച്ചപ്പോ ഇങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ. ഓക്കെ, അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഇത് ആർക്കും ഞാൻ കൊടുക്കാൻ പോകില്ല. ഒരു നിലപാട് വേണം. ലൈഫിലെ ഒരു ചാൻസേ കിട്ടാറുള്ളൂ, ഒരു ചാൻസ്. ആ ചാൻസ് നിങ്ങൾ എടുത്തില്ല. അത് നമ്മൾ എടുത്താല് ഇങ്ങനത്തെ ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. നമുക്ക് മാത്രമേ ഉള്ളൂ. ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സങ്കടമാണ്, അറിയാലോ, സ്വാഭാവികം. കാരണം ഇവര് ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്തു. ഇവര് ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്ത് ആ പെൺകുട്ടീനെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളത് ക്ലേ കൊണ്ട് ഉണ്ടാക്കാൻ നോക്കി. പക്ഷെ ഇവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ രണ്ട് നല്ല പെൺകുട്ടികളെ കൊടുത്തപ്പോ ഇവർക്കോട്ട് വേണ്ട. അല്ല, അപ്പൊ പിന്നെ കാര്യമില്ലല്ലോ, ചാൻസ് മിസ് ചെയ്തില്ലേ. പിന്നെ നമ്മൾ ഭയങ്കര സ്ട്രെസ് ആയി പോയി. ഈ ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ, പിന്നെ വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് ഒക്കെ എങ്ങനെ ചെയ്യും? സ്ട്രെസ് ഉണ്ടായപ്പോ ഞാൻ അങ്ങനെ ആലോചിച്ചു. നമ്മൾ കുറെ ചർച്ചയെല്ലാം നടന്നപ്പോ ഇവരുടെ മുഖങ്ങളാണ് എന്റെ മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നത്. എനിക്കറിയാം നിങ്ങൾക്ക് കിട്ടിയ ചാൻസ് നിങ്ങൾ മിസ് ചെയ്തു. പക്ഷെ ആദ്യമായിട്ട് എൻ്റെ 4 പെൺകുട്ടികൾ സോ ബ്യൂട്ടിഫുള്ളി അവർ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളുടെ മനസ്സിന്റെ ആഴത്തിൽ ഇറങ്ങിയിട്ട് നിങ്ങളുടെ ആ സ്വപ്നസുന്ദരി ഉണ്ടാക്കാൻ ഇത്ര കഷ്ടപ്പെട്ടു. വിതുമ്പി അഗ്നിപർവ്വതം ഉണ്ടാക്കി വെച്ചു. അങ്ങനെ പറയുന്നത് അഹങ്കാരം എല്ലാം നഷ്ടപ്പെട്ടിട്ടോ. ഒരു ചെളി രൂപത്തെ ബോഡി ഷേം ചെയ്യുന്നോടാ. അപ്പൊ 4 പെൺകുട്ടികൾക്ക് വേണ്ടി നമ്മുടെ പ്രേക്ഷകർ എല്ലാരും ഒന്ന് കൈയടിക്കൂ. അപ്പോ നമുക്ക് മെയിൻ ആൻഡ് ബ്രൈറ്റ് കൊടുക്കണ്ടേ? അതെ ചേച്ചി. എന്റെ ഈ 2 കുട്ടികള്, എന്റെ ചക്രമുത്തുകള്, ഇവരെ മനസ്സിന്റെ എല്ലാം ആ ഒരു സ്വപ്നസുന്ദരി എത്രയും പെട്ടെന്ന് എന്റെ അഖിലിന് കിട്ടണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ഗോസ് ടു അഖിൽ. അതെന്തോന്ന് മറ്റേ കൊട്ടു മൊത്തം ചണ്ടയ്ക്കും തട്ടുമാരാക്കും. ഓക്കെ, പിന്നെ വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് എന്റെ അർജുൻ കുട്ടനെ. ഇതൊക്കെ തരും, പക്ഷെ കൂടുതൽ വെളുപ്പിച്ചിട്ട് പെമ്പിള്ളാരെ നോക്കി ചിരിക്കാനല്ല. ചേച്ചി, ഇതിനു വേണ്ടി ഞങ്ങൾക്ക് തിരിച്ചൊരു കാര്യം പറയാനുണ്ട്. ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ ഈ 4 പേർക്കും വേണ്ടി ഞങ്ങൾ 2 ആണുങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുന്നതായിരിക്കും. എന്നിട്ട് അവരെയും ഇഷ്ടപ്പെട്ടതൊന്ന് ചോദിക്കണം. ഇതുപോലെ വരുവാണെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. ഓക്കെ ആണതില്. ഞാൻ ഒരിക്കലും പറയില്ല. എനിക്ക് എന്റെ റോഹിത് അല്ലാണ്ട് വേറെ ഒരു ആളെയും എന്റെ വില്ലി വൈറ്റ് ദ ബ്രൈറ്റ്. ചേച്ചി വാ ചേച്ചി, നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് ഇറങ്ങാം ചേച്ചി. കരനിറകെ പണമൊഴുകണ കടി പറന്നിറകേണ്ട ചിരി ചിരി പല ചുരി ധൃതതും തനതാളത്തിൽ കരനിറകെ പണമൊഴുകണ കടി പറന്നിറകേണ്ട ചിരി ചിരി പല ചുരി. മണിയടിച്ച് നമ്മൾ ആദ്യമായിട്ട് ഈ വേദിയിൽ മണിയടിച്ച് നമ്മൾ സമ്മാനം നൽകുകയാണ്. എടാ, നമുക്ക് ചേച്ചിയുടെ പേര് പറ്റി CM മണിക്കുട്ടി എന്നിട്ടല്ലേ? നല്ല പേര്. അടിപൊളി. കോമഡി മാസ്റ്റേഴ്സിൽ മണിക്കുട്ടി. അങ്ങനെ പറയരുത്. എന്റെ മണിക്കുട്ടി ഇവിടെ വന്ന് നിങ്ങൾ എല്ലാരും ദൃഷ്ടി മാറ്റി, പിന്നെ നമ്മുടെ പ്രേക്ഷകരുടെ ഒന്ന് ദൃഷ്ടി മാറ്റി. താങ്ക് യു. നമ്മുടെ കൂടെ ഇത്ര ദിവസം വരെ നമ്മളെ സ്നേഹിച്ച് നമ്മുടെ കൂടെ നിൽക്കണേ. താങ്ക് യു. ഇനി നമ്മളുടെ അവർക്കും കൂടെ ഒന്ന് ദൃഷ്ടി മാറ്റുന്നതായിരിക്കും. നമ്മുടെ കണ്ണൂരിൽ നിന്നും വന്ന സ്ക്വാഡ് ഓഫ് യോഗ, നിങ്ങളുടെയും ദൃഷ്ടിയൊക്കെ മാറട്ടെ. ഇത് പറഞ്ഞുകൊണ്ട് ചേച്ചി നമുക്ക് അടുത്ത ചടങ്ങിലേക്ക് പോവാം. മണിക്കുട്ടി അതാ അവാർഡ് നൽകാൻ പോവുകയാണ്. ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ കുട്ടി അഖിൽ.
കുട്ടി എപ്പോഴും കുട്ടിയിലുള്ളതാണ്. അതെ ദേ, നിങ്ങളുടെ ഈ ചെളി പുരണ്ട കരങ്ങൾ കഴുകി വൃത്തിയാക്കണം. അതിനാണ് അത് തന്നിരിക്കുന്നത്. ഇനി ചെളിപുരണ്ട് നിന്റെ കയ്യിലല്ലേ, നീ കഴുകി കൊണ്ടുപോയി. ആ ചളികൾ കഴിഞ്ഞെങ്കിൽ അടുത്ത അവാർഡ് ഞാൻ നൽകുന്നതായിരിക്കും. പ്രിയ സുഹൃത്തുക്കളെ, അടുത്തതായിട്ട് വിൽ യു വൈറ്റ് ദ ബ്രൈഡ് ഗോസ് ടു നമ്മുടെ സ്വന്തം അർജുൻ കുട്ടൻ. അങ്ങനെ ഇന്നത്തെ മെയിനും ഇന്നത്തെ ബ്രൈറ്റും നമ്മുടെ തന്നെ താരങ്ങളായിരിക്കുകയാണ്. സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് താങ്ക് യു സോ മച്ച്. ഞാൻ എപ്പോഴും അതിന്റെ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാറുണ്ട്, ഇത്തവണ ഞാൻ പറയുന്നില്ല, അത് അർജുൻ പറയും. അത് എന്റെ കയ്യിലാണല്ലോ. അതെ, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്. യെസ്, ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ബൈ ബൈ, ഗുഡ് നൈറ്റ്.